ദൈവത്തിന് പാപത്തോടുള്ള മനോഭാവം ഗ്രഹിക്കാത്തിടത്തോളം ആർക്കും പാപത്തോട് ശരിയായ ഒരു മനോഭാവം ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. അനേകർക്കും പാപത്തെക്കുറിച്ച് വികലമായ ഒരു ധാരണ മാത്രമേ ഉള്ളൂ. മിക്കവാറും തലമുറകളായി കേട്ടുവരുന്ന ഒരു ലിസ്റ്റ്: കള്ളു കുടിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അത്രമാത്രം. ഒരു വിശുദ്ധൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും പേടിയുള്ള ഒന്നാകുന്നു പാപം. അദ്ദേഹം ഏറ്റവും അധികം ഭയപ്പെടുന്നത് പാപത്തെ മാത്രമാകുന്നു എന്ന്. മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായിരിക്കുന്ന ഒന്നത്രേ പാപം. ഇത് ഗ്രഹിക്കുവാൻ ഒരു വലിയ ബുദ്ധിശാലിയായി ഒന്നും തീരേണ്ട കാര്യമില്ല. കണ്ണു തുറന്നു നോക്കിയാൽ മതി. അഖിലാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് പാപം. പറുദീസ ഉള്ളത് പാപമില്ലാത്ത അവസ്ഥയിൽ മാത്രമാണ്. ഒരിക്കൽ പറുദീസ ഉണ്ടായിരുന്നു, അന്ന് പാപമില്ലായിരുന്നു. ഇനിയും പറുദീസ ഉണ്ടാകും, അന്നും പാപമുണ്ടാകില്ല. എന്നാൽ ഇപ്പോൾ പാപമുണ്ട്, പറുദീസയില്ല. അങ്ങനെ ഒരു കാലത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. പാപം മൂലം കണ്ണുനീര്, വേദന, മത്സരം, കലാപങ്ങൾ, യുദ്ധങ്ങൾ, ആകുലതകൾ, ഭിന്നതകൾ, അസ്വസ്ഥത, ഭയം, രോഗം, മരണം, അങ്ങനെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരിലെ സകല ബന്ധങ്ങളെയും അത് താറുമാറാക്കുന്നു. പ്രപഞ്ചം മുഴുവൻ പാപം കുഴച്ചു മറിച്ചിട്ടിരിക്കുന്നു. ഒരു ശിശു ജനിക്കുമ്പോൾ തന്നെ അതിനെ സ്വീകരിക്കുവാൻ പാപം അവിടെയുണ്ട്. പാപം സകല ഹൃദയങ്ങളെയും അടക്കി വാഴുന്നു. മനുഷ്യനെ മൊത്തം അടക്കി വാഴുന്ന സ്വേച്ഛാധിപതി പാപമാകുന്നു. മനുഷ്യാത്മാവിൻ്റെ അധിപനാണ് പാപം. അവനാണ് സകലവും നിയന്ത്രിക്കുന്നതെന്ന് ചുരുക്കം. എപ്പോൾ മരിച്ചാലും എങ്ങനെ മരിച്ചാലും മരണകാരണം പാപമാകുന്നു. ഒടുവിലായി സകലരെയും കൊണ്ടുപോകുന്ന രോഗം പാപമത്രേ. പൗലോസ് റോമാലേഖനത്തിൽ എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്ന്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു. ഈ ഭൂമിയിൽ വേദന അനുഭവിച്ചിട്ടുള്ള എല്ലാവരും, രോഗിയായി തീർന്നിട്ടുള്ള എല്ലാവരും, മുറിവുണ്ടായിട്ടുള്ള സകലരും, മരണദുഃഖം അനുഭവിച്ചിട്ടുള്ള എല്ലാവരും, അങ്ങനെയുള്ള കഷ്ടത്തിന് കാരണം പാപമെന്ന വൈറസ് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നതിനാലാകുന്നു. സകല രോഗത്തിൻ്റെയും മൂലകാരണം പാപമാകുന്നു. വ്യക്തിപരമായ പാപം ചെയ്തു എന്നതുകൊണ്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. വിവാഹബന്ധം തകരുന്നത്, കുടുംബ കലഹങ്ങൾ, വഴിപിഴച്ച് ജീവിക്കുന്ന ഓരോ കുട്ടിയും, തകർന്ന ബന്ധങ്ങളും എല്ലാം, അതെ, വാദപ്രതിവാദങ്ങളും അഴിമതിയും അന്യായവും അഹംഭാവവും പാപം മൂലം ഉണ്ടാകുന്നതാകുന്നു. ബൈബിളിൽ പാപത്തെ ദൈവം ശാപം എന്ന് വിളിച്ചിരിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിൽ നാം അത് കാണുന്നു. പാപത്തെ ശാപം എന്ന് വിളിച്ചിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിൽ പാപം വരുത്തിയിട്ടുള്ള വിനാശത്തിൻ്റെ ഒരു ചിത്രം കണ്ടെത്താൻ ദൈവം അതിനെ എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. പാപത്തെ സർപ്പവിഷത്തോട് ഉപമിച്ചിരിക്കുന്നു. ശവശരീരത്തിൻ്റെ ദുർഗന്ധത്തോട് പാപത്തെ ഉപമിച്ചിരിക്കുന്നു. ഇത്ര ശക്തമായി, കുടിലമായി മനുഷ്യവർഗത്തെ അടക്കി വാഴുന്ന ഏതൊന്നിനെയും വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട്. ദൈവം ഈ പറയുന്നത് പോലെ പാപം അത്ര മോശപ്പെട്ട ഒന്നല്ല എന്ന് മനുഷ്യനെ ധരിപ്പിക്കുന്നതിൽ സമൂഹം ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മാധ്യമ സംസ്കാരം പാപത്തിൻ്റെ മുഖത്തേക്കൊരു മുഖം മൂടി വലിച്ചു കെട്ടി അത് അത്ര മോശപ്പെട്ടതല്ല എന്ന് കാണിച്ച് ചിരിച്ച് രസിക്കുകയാണ്. സത്യത്തിൽ പൊട്ടിക്കരയേണ്ട സ്ഥാനത്താണ് ഈ നിരുത്തരവാദിത്വപരമായ ചിരി. ഈ പൊയ്മുഖം വലിച്ചു കീറി പാപത്തിൻ്റെ യഥാർത്ഥ മുഖമായ മരണം പൊളിച്ചു കാണിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. മാരക വിഷമുള്ള സർപ്പമാണ് പാപം. വളരെ മോശപ്പെട്ട ഒന്നത്രേ. സകല കൊള്ളരുതാത്തതിൻ്റെയും ആകത്തുകയാണ് പാപം. ഇത് അതിശക്തമാണ്, ആധിപത്യം പുലർത്തുന്നതാണ്,
ഇതിനെക്കുറിച്ച് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അതിന് ആഴമായ പഠനം ആവശ്യമാണ്. അതിനാദ്യം പാപം എന്താകുന്നു എന്ന് മനസ്സിലാക്കണം. അനേകർക്കും ഇത് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. പിന്നെ ഏതെങ്കിലും വിധത്തിൽ ഇതേക്കുറിച്ച് പറയുവാൻ നിർബന്ധിതരായാൽ സാധാരണ കേൾക്കാറുള്ളത് പാപം വ്യക്തികളുടെ പ്രത്യേക പ്രകൃതിയാകുന്നതും ഓരോരുത്തരുടെയും ജന്മനാ ഉള്ള ന്യൂനതകളാണ്, പരമ്പരാഗതമായുള്ള മനച്ചായ്വാണ്, എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ പ്രവർത്തനക്ഷമത ഇല്ലാതെ ആയിപ്പോകുന്നതാകുന്നു. നോക്കണേ, എങ്ങനെയെങ്കിലും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും തടി തപ്പുവാനുള്ള മനുഷ്യൻ്റെ ശ്രമം. പാപത്തിൻ്റെ ഒരുപാട് നിർവചനങ്ങൾ ബൈബിളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തത് പാപമെന്നും, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് പാപമെന്നും, പാപം അധർമ്മമാകുന്നുവെന്നും, നിയമരാഹിത്യമാകുന്നുവെന്നും ഒക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാപം ദൈവം വച്ച പ്രമാണങ്ങളെ ലംഘിക്കുന്നതാകുന്നു എന്ന് നാം ഓർക്കണം. ദൈവം ആകുന്നു നീതിശാസ്ത്രപരമായ ആത്യന്തിക നിലവാരം. പരമമായ സാന്മാർഗ നിയമങ്ങൾ ഉണ്ടാക്കുന്നവൻ ദൈവമത്രേ. എന്താണ് ശരി, എന്താണ് വിശുദ്ധം, എന്താണ് ന്യായം, ഏതാണ് നല്ലത് എന്നതിനെ അടിസ്ഥാനമാക്കി ദൈവം പ്രമാണങ്ങൾ വെച്ചിരിക്കുന്നു. അവയെ ലംഘിച്ചാൽ അത് ദുഷ്ടത, അശുദ്ധി, അനീതി, കൊള്ളരുതായ്മ, അത് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ദൈവം സകല സൃഷ്ടിയുടെയും നന്മയ്ക്കായി ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പാപം അത് ലംഘിക്കുന്നു. ദൈവം തൻ്റെ പ്രകൃതത്തിനനുസരിച്ച് എല്ലാം ചെയ്തിരിക്കുന്നു. ദൈവം വെച്ചിരിക്കുന്ന അതിരുകൾ ലംഘിക്കുന്നതാണ് പാപം. എന്താണ് ഈ അതിരുകൾ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ നൽകിയിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ചെയ്തത് എല്ലാം ലംഘിക്കുകയാണ്. മറുകണ്ഠം ചാടുന്ന മനുഷ്യൻ, അതുകൊണ്ട് തന്നെ അത് നശിപ്പിക്കുന്നു, അത് ശാപമായി മാറുന്നു. ഈ ശാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്ക് ആ ഭാഗം ഒന്ന് വിശദമായി പഠിക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നല്ലോ. ഇന്ന് 10 മുതലുള്ള വാക്യങ്ങളാണ് നാം പഠിക്കുന്നത്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാം. മൂന്നാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഇന്ന് 10 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നതും ഇതുതന്നെയാണ്. നിലനിൽക്കുവാൻ സാധിക്കാതിരുന്ന ഗലാത്യർ. 10-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക് നിലനിൽക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം താങ്കൾ അങ്ങ് ഭയങ്കര സന്തോഷത്താൽ തുള്ളിച്ചാടി എന്നും ഈ ഭൂമിയിൽ ഇത്രയും ആനന്ദമാണെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമാകുമെന്ന് പാടി തകർത്തെന്നും സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ട് കണ്ടവരോടൊക്കെ വിളിച്ചു പറഞ്ഞു എന്നുമുള്ളത് സത്യമാണ്. ഞാനത് സമ്മതിക്കുന്നു. ആ ദിവസം താങ്കൾ ദൈവത്തോട് ചേർന്ന് നടന്നു, നിലത്തെങ്ങും പാദം സ്പർശിച്ചേയില്ല. ആ ദിവസത്തെ അനുഭവം അവർണ്ണനീയം തന്നെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞെന്നിരിക്കട്ടെ, അതെ, ഞാൻ അങ്ങനെ ചെയ്തതിനാൽ ദൈവം എന്നെ രക്ഷിച്ചു എന്ന്. എങ്ങനെ ചെയ്തതിനാൽ? ഈ തുള്ളിച്ചാടിയതിനാൽ. എന്നാൽ നാം ഇപ്പോൾ വായിച്ച് ഈ വാക്യം പറയുന്നത് എന്താകുന്നെന്ന് ശ്രദ്ധിച്ചോ? ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അതേക്കുറിച്ച് എന്തു പറയുന്നു? താങ്കൾ ന്യായപ്രമാണം രാവും പകലും ഓരോ ദിവസത്തിൻ്റെ 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസവും വർഷത്തിൻ്റെ 52 ആഴ്ചകളും അനുസരിക്കുന്നുണ്ടോ? അതെ, ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇത് അനുസരിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു മനുഷ്യനെങ്കിൽ എവിടെയെങ്കിലും താങ്കൾ ഇതിനെ ലംഘിക്കും, ഇല്ലേ? ഞാനൊരു ദോഷൈക ദൃക്കാകുന്നു എന്ന് താങ്കൾ പറഞ്ഞേക്കാം. എന്നാൽ വാസ്തവം ഞാൻ പറഞ്ഞതല്ലേ? അനുഭവത്തോട് മാത്രം ചോദിക്കുക. എങ്ങും തൊടാതെ താങ്കൾ അങ്ങനെ അങ്ങ് പറന്ന് നടക്കുകയല്ല. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുവാൻ താങ്കൾക്ക് സാധിക്കില്ല. പ്രിയ സുഹൃത്തെ, താങ്കൾ ന്യായപ്രമാണത്തെ അനുസരിക്കാതെ വരുമ്പോൾ അതിന് താങ്കളെ ശിക്ഷ വിധിക്കുവാൻ മാത്രമേ കഴിയൂ. ഒന്നിൽ തെറ്റുമ്പോൾ കുറ്റക്കാരാകും. എപ്പോഴും ഹല്ലേലൂയായും സ്തോത്രവും മാത്രം പറയുന്ന ഒരു നല്ല സുവിശേഷകനെ എനിക്കറിയാം. വളരെ ഭക്തനായ ഒരു വ്യക്തി. ആരോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്
ഈ സുവിശേഷകൻ എപ്പോഴും ഈ പറഞ്ഞതുപോലെ പ്രസന്നമായിട്ടാണോ ആയിരിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് ആ സഹോദരി പറഞ്ഞതല്ല, അദ്ദേഹത്തിന് മോശമായ സമയം ഉണ്ടാകാറുണ്ട് എന്നത്രേ. അതിന് അദ്ദേഹത്തെ കുറ്റം പറയേണ്ടതുണ്ടോ? നമുക്കെല്ലാം മോശമായ ദിവസങ്ങൾ ഉണ്ടാകാറില്ലേ? കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു പെങ്ങൾ അവരുടെ അടുത്തുള്ള ആരോ ഞാൻ വീട്ടിൽ എങ്ങനുണ്ട് എന്ന് അന്വേഷിച്ചു എന്ന് പറയുകയുണ്ടായി. എൻ്റെ കാര്യം ചിലർ എൻ്റെ ഭാര്യയോട് നേരിട്ട് ചോദിക്കാറുണ്ട്, അതെ, ഈ പ്രസംഗിക്കുന്നവരും മനുഷ്യരാണ് എന്ന് പലരും കരുതാറില്ല. എന്താണ് വ്യത്യാസം എന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. പ്രിയ സ്നേഹിത, താങ്കളെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാക്കിയിട്ട് ഒരു നല്ല ദിവസം ഉണ്ടായി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച ന്യായപ്രമാണം അതുപോലെ അനുസരിച്ചു എന്നതുകൊണ്ട് പ്രതിഫലം ലഭിക്കുവാൻ പോകുന്നില്ല, പ്രയോജനമില്ല. അതുകൊണ്ട് താങ്കളെ അംഗീകരിക്കും എന്ന് കരുതരുത്. ഞാൻ നമ്മുടെ നാട്ടിലെ എല്ലാ നിയമങ്ങളും കഴിഞ്ഞ 10 വർഷം പാലിച്ചു എന്നിരിക്കട്ടെ, ഒന്നും ലംഘിക്കാതിരുന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അധികാരികൾ വന്ന് എനിക്കൊരു സ്വർണ്ണ മെഡൽ തന്ന് ആദരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒത്ത കളിയായി. നിയമങ്ങൾ പാലിച്ചു എന്നതിൽ ആരും ആദരിക്കില്ല. എന്നാൽ 20 വർഷം ഞാൻ ഒരു നിയമം പോലും ലംഘിക്കാതിരുന്നിട്ട് ഒരു ദിവസം ഒന്ന് മോഷ്ടിക്കുകയോ നിയമം തെറ്റിച്ച് വാഹനാപകടം ഉണ്ടാക്കി വെക്കുകയോ വല്ലതും ചെയ്താൽ അന്നേരത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കൂ. ഉടനെ എന്നെ അറസ്റ്റ് ചെയ്യും. നിയമം താങ്കൾക്ക് പ്രതിഫലമൊന്നും തരില്ല. അത് താങ്കൾക്ക് ജീവൻ നൽകില്ല. നിയമം താങ്കളെ ശിക്ഷയ്ക്ക് വിധേയനാക്കുക മാത്രമേ ചെയ്യൂ. വിശ്വാസം താങ്കൾക്ക് എന്തോ നൽകുന്നു, അത് താങ്കൾക്ക് ജീവൻ നൽകുന്നു. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ഈ വാക്യങ്ങൾ ആശയത്തിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിലും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതായി തോന്നാം. എന്നാൽ വചനാനുസരണമായ ക്രിസ്തീയ തത്വം മനസ്സിലാക്കുവാൻ ആവശ്യമായ അടിസ്ഥാന സത്യങ്ങളാണവ. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ മതത്തിൻ്റെ കേന്ദ്ര വിഷയത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് ദൈവവുമായുള്ളൊരു ശരിയായ ബന്ധത്തിൽ വരുവാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വലിയ തത്വം 2 വിധത്തിൽ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു. ഒന്നാമത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുക എന്നത്രേ. ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുക എന്നുള്ളത് ദൈവത്താൽ ശിക്ഷ വിധിക്കപ്പെടുക എന്നുള്ളതിൻ്റെ നേരെ വിപരീതമായിട്ട് ഉള്ള കാര്യമാണ്. നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുക, അംഗീകരിക്കപ്പെടുക, ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ പ്രീതിയിൽ നിൽക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അവിടുത്തെ പ്രസാദമുള്ള ജീവിതം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു എന്നതിൽ സംശയമില്ല. മറ്റു മനുഷ്യരോട് പ്രീതിയിലായിരിക്കുക, സൗഹാർദ്ദത്തിലായിരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ജന്മന ഉള്ള ഒരു താല്പര്യമാകുന്നു. സുഹൃത്തിനോട്, മക്കൾ തങ്ങളുടെ മാതാപിതാക്കളോട്, ഒരു തൊഴിലാളി തൻ്റെ മേലുദ്യോഗസ്ഥനോട്. അതുപോലെ നാം സ്വഭാവത്താൽ ദൈവത്തോട് മറുതലിക്കുന്നവരെങ്കിലും ദൈവവുമായി നിരന്നു പോകുവാനാണ് ആഗ്രഹിക്കാറുള്ളത്. ദൈവവുമായി ഒരു ഉലഞ്ഞ ബന്ധം സൂക്ഷിക്കുവാൻ ആരാണ് താല്പര്യപ്പെടാറുള്ളത്? ദൈവപ്രസാദം നേടുവാനാണല്ലോ എല്ലാവരും പരിശ്രമിക്കുന്നത്. ദൈവത്തെ കണ്ടെത്തുന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2ാമത്തെ വിശദീകരണം ഇപ്രകാരമാണ്: അവൻ ജീവിക്കും, അല്ലെങ്കിൽ അവൻ ജീവനെ നേടും. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ജീവൻ ഭൗതികവും ജീവശാസ്ത്രപരവുമല്ല, പിന്നെയോ ആത്മികവും നിത്യവുമാകുന്നു. ഈ കാലത്തിൻ്റെ ജീവനല്ല, പിന്നെയോ വരുവാനുള്ള കാലത്തിൻ്റെ ജീവനാണ്. നിത്യജീവൻ്റെ ഏറ്റവും ലളിതമായ നിർവചനം നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് തന്നെയാണ് വന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അങ്ങനെ നീതീകരണം എന്നാൽ ദൈവത്തോട് നിരന്നിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവപ്രീതിയിലായിരിക്കുക എന്നും, നിത്യജീവൻ എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുക എന്നുമത്രേ. ഇവ രണ്ടും തമ്മിൽ ഇഴുകിച്ചേർന്നിരിക്കുകയാണ് താനും. ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കാതെ നമുക്ക് ദൈവവുമായുള്ള കൂട്ടായ്മ സാധ്യമല്ല. നാം അവന് പ്രസാദമുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അവനുമായുള്ള കൂട്ടായ്മയും നമുക്ക് അതോടൊപ്പം നൽകിയിരിക്കുകയാകുന്നു എന്ന് നാം പ്രത്യേകം ഓർക്കണം. എന്നാൽ ഇവിടെ നമുക്ക് മുൻപിൽ ഉയർന്നു വരുന്ന ചോദ്യം എന്തെന്നാൽ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതും ദൈവവുമായുള്ള കൂട്ടായ്മയിലും ആയിത്തീരുന്നത്? പൗലോസിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, എങ്ങനെ ഒരു പാപി നീതീകരിക്കപ്പെടും, നിത്യജീവൻ പ്രാപിക്കും? ഇവിടെ ഈ വാക്യങ്ങൾ അതിനുള്ള ഉത്തരം വ്യക്തമായും സംശയത്തിനിട നൽകാത്ത വിധവും പറയുന്നു.
ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാനുള്ള മാർഗങ്ങളാണ് ഓരോ മതത്തിൻ്റെയും പ്രധാന തത്വം. ഈ വലിയ പ്രശ്നത്തിന് നിരത്തിയിരിക്കുന്ന പരിഹാരങ്ങൾക്ക് മനുഷ്യവർഗത്തോളം തന്നെ പഴക്കമുണ്ട് എന്ന് വേണം ചിന്തിക്കേണ്ടത്. മനുഷ്യൻ മതപരമായി ചെയ്യുന്നതെല്ലാം തന്നെ ഈശ്വരപ്രസാദം നേടുവാൻ വേണ്ടിയാകുന്നുവല്ലോ. വ്രതം, നോമ്പ് നോക്കുന്നത്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്, ആരാധനാലയത്തിൽ പോകുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയെല്ലാം ഈ വലിയ പ്രശ്നത്തിന് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ ഉത്തരങ്ങളെയും രണ്ടായി തിരിക്കാവുന്നതാണ്. നമുക്കതൊന്ന് നോക്കാം. അതിനുശേഷം അതിൽ ഒന്ന് എങ്ങനെ സത്യവും മറ്റേത് എങ്ങനെ തെറ്റും എന്ന് നമുക്ക് കാണാവുന്നതാണ്. 11-12 വാക്യങ്ങളിൽ പൗലോസ് പഴയ നിയമത്തിൽ നിന്നും 2 പ്രാവശ്യം ഉദ്ധരിക്കുന്നുണ്ട്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ഇവ രണ്ടും പഴയ നിയമത്തിൽ നിന്നുമുള്ള ഉദ്ധരണികളാണ്. അതിനാൽ രണ്ടും ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടും പറയുന്ന ഒരു പ്രത്യേക മനുഷ്യൻ, അവൻ ജീവിക്കും എന്നത്രേ. ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് നാം കാണുന്നു. ഇവിടെ രണ്ടും പറയുന്നത് ഒരു പ്രത്യേക മനുഷ്യൻ അവൻ ജീവിക്കുമെന്നത്രേ. വേറെ വിധത്തിൽ പറഞ്ഞാൽ രണ്ടും ഈ പറഞ്ഞ വ്യക്തിക്ക് നിത്യജീവനെ വാഗ്ദാനം ചെയ്യുന്നു. ഒരുപോലുള്ള പല കാര്യങ്ങളും ഈ പ്രസ്താവനകളിൽ ഉണ്ടെങ്കിൽ തന്നെ ഇത് ജീവനിലേക്കുള്ള 2 വ്യത്യസ്ത വഴികളാണ്. അതത്ര വിശദീകരിക്കുന്നത്. ആദ്യത്തേതൊരു വിശ്വാസിക്ക് ജീവനെ വാഗ്ദാനം ചെയ്യുന്നു, രണ്ടാമത്തേത് ചെയ്യുന്നവന്. ഒന്നാമത്തേത് രക്ഷയ്ക്കുള്ള വഴി വിശ്വാസമായി കാണിക്കുന്നു, രണ്ടാമത്തേത് പ്രവൃത്തി. ഒന്നാമത്തേത് പറയുന്നത് ദൈവം മാത്രമേ നീതീകരിക്കൂ എന്നത്രേ, രണ്ടാമത്തേത് പറയുന്നത് നമുക്ക് തന്നെ കാര്യങ്ങളെ ക്രമീകരിച്ച് രക്ഷപ്പെടാം എന്നത്രേ. ഇതത്ര 2 മാർഗങ്ങൾ. ഇതിൽ ഏതാണ് സത്യം? ഒരു മനുഷ്യൻ വിശ്വാസത്താലോ പ്രവൃത്തിയാലോ നീതീകരിക്കപ്പെടുന്നത്? നാം നിത്യജീവൻ പ്രാപിക്കുന്നത് വിശ്വസിക്കുന്നതിനാലോ പ്രവർത്തിക്കുന്നതിനാലോ? വിശ്വാസത്താൽ മാത്രമാകുന്നുവെങ്കിൽ പ്രവൃത്തി വെറുതെയാണോ? ഈ കാര്യത്തിൽ ബൈബിൾ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് രക്ഷ പ്രാപിക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് 10-ാം വാക്യത്തിൽ പൗലോസ് സംസാരിക്കുന്നത്. അത് നാം ചിന്തിച്ചതായിരുന്നുവല്ലോ. എല്ലാവരും വഴിതെറ്റിപ്പോയിരിക്കുന്നു. മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ന്യായപ്രമാണം അനുഷ്ഠിച്ച് ആർക്കും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവമാണ്. എന്നാൽ ഇന്നോളം ആരും അത് മുഴുവനും അതിൻ്റേതായ അർത്ഥത്തിൽ അനുഷ്ഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആർക്കും അതിനാൽ ജീവിക്കുക സാധ്യമല്ല. കർത്താവായ യേശുക്രിസ്തു ഒഴികെ എല്ലാവരും ന്യായപ്രമാണം കാത്തു സൂക്ഷിക്കുവാൻ അപ്രാപ്തരായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു എന്നത്രേ. ന്യായപ്രമാണത്തിൻ്റെ ഭയാനകമായ പ്രവർത്തനം ശിക്ഷ വിധിക്കുകയാണ്, നീതീകരിക്കുകയല്ല. ന്യായപ്രമാണം അനുസരിക്കുവാൻ നാം കഷ്ടപ്പെട്ട് പരിശ്രമിച്ചെന്ന് വന്നേക്കാം. അതെ, സമൂഹത്തിൽ സഭയിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ പാടുപെടുന്നുണ്ടാകും. എന്നാൽ ഈ പറഞ്ഞ സൽക്കർമ്മങ്ങൾ ഒന്നും ഒരു നിയമലംഘിയുടെ മേൽ വെച്ചിട്ടുള്ള ശാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുകയില്ല എന്നോർക്കണം. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് എന്ന് പറഞ്ഞു മനുഷ്യർ ചിന്തിക്കുന്ന ഈ ആദ്യത്തെ വഴി എങ്ങും എത്തിച്ചേരാത്ത ഒന്നായി കാണുന്നു. നീതീകരണമോ ജീവനോ ആ വഴിയിലില്ല. പിന്നെയോ അന്ധകാരവും മരണവും മാത്രം. അങ്ങനെ പൗലോസിനോട് ചേർന്ന് നമുക്കും പറയുവാൻ സാധിക്കുന്നത് ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാകുന്നു എന്നത്രേ പഴയ നിയമം പോലും പറയുന്നത്. ന്യായപ്രമാണം അനുഷ്ഠിച്ചതിനാൽ ആരെങ്കിലും രക്ഷ പ്രാപിച്ചതായി പഴയ നിയമം പറയുന്നില്ല. ആരെങ്കിലും അങ്ങനെ രക്ഷ പ്രാപിച്ചതായി അറിയാമെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. മോശയിക ന്യായപ്രമാണം അനുസരിച്ച് ആരെങ്കിലും രക്ഷ പ്രാപിച്ചതായി ഞാൻ എങ്ങും തിരുവചനത്തിൽ വായിച്ചിട്ടില്ല.
മോശ നൽകിയ പ്രമാണത്തിൻ്റെ കേന്ദ്ര സ്ഥാനം യാഗങ്ങളായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ പോലും ദൈവം തൻ്റെ കൃപയും കരുണയും മനുഷ്യർക്ക് നീട്ടിക്കൊടുത്തതിനാൽ മോശ സന്തോഷിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചാലും 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. ഇതും ഒരു പ്രധാനപ്പെട്ട വാക്യം തന്നെയാണ്. വിശ്വാസവും ന്യായപ്രമാണവും, അതായത് പ്രവൃത്തികളും തത്വത്തിൽ വിപരീതമായിരിക്കുന്നു. രക്ഷയുടെ കാര്യത്തിൽ ആണെങ്കിലും പിന്നീടുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് രണ്ട് വിധത്തിലുള്ള പോക്കാണ്. ഒന്ന് മറ്റൊന്നിനെ അസാധുവാക്കുന്നു. ന്യായപ്രമാണത്താലാണ് താങ്കൾ ജീവിക്കുവാൻ പോകുന്നതെങ്കിൽ പിന്നെ വിശ്വാസത്താൽ ജീവിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. രണ്ടും കൂടി ഇടകലർത്തുവാൻ സാധ്യമല്ല. യഹൂദ വിശ്വാസികൾ ഗലാത്യരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തി പൂർണ്ണമല്ല എന്നും അതോടുകൂടി ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൂടി വേണം എന്നുമത്രേ. ന്യായപ്രമാണത്തിൻ്റെ അപര്യാപ്തതയെ പൗലോസ് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കില്ല എങ്കിൽ വേറെ മാർഗം എന്താണ്? ആ മാർഗമായി പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. 13-14 വാക്യങ്ങളിൽ നാം കാണുന്നത് അതത്രേ. നമുക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മെക്കൊണ്ട് സാധിക്കാതിരുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു എന്നത്ര ഇവിടെ പറയുന്നത്. ശാപത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം നമ്മുടെ സൽക്കർമ്മങ്ങളല്ല, അവൻ്റെ പ്രവർത്തനമാകുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപം നമ്മെ കൊണ്ടെത്തിച്ച ആ ബന്ധനത്തിൽ നിന്നും അവൻ നമ്മെ വീണ്ടെടുത്തു, വില കൊടുത്തു വാങ്ങി, സ്വതന്ത്രരാക്കി. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നത്രേ. ഇത് ആശ്ചര്യകരമായ വാക്കുകളാണ്. എത്ര വലിയ അർത്ഥമാണ് ഇവിടെ പൗലോസ് നൽകിയിരിക്കുന്നത്. മോശയിക ന്യായപ്രമാണം നമ്മെ ശിക്ഷ വിധിച്ചു. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെയാകുന്നു അത്. ഞാൻ നിയമങ്ങളെല്ലാം ശരിയായി പാലിച്ചാൽ എനിക്ക് പാരിതോഷികമൊന്നും തരില്ല, എന്നാൽ ഒരെണ്ണം എങ്കിലും അല്പം തെറ്റിച്ചാൽ എന്നെ ശിക്ഷിക്കും തീർച്ച. ക്രിസ്തു നമ്മെ മോശയിക ന്യായപ്രമാണത്തിൻ്റെ ആ പിഴയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. അത് അവൻ എങ്ങനെയാണ് ചെയ്തത്? അതെ, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു ആ ശിക്ഷ വഹിച്ചു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാകുന്നു. പല കാരണങ്ങളാലും ഈ ഭാഗം വളരെ ശ്രദ്ധേയമായ ഒന്നത്രേ. ഒരു കാരണം, ഇസ്രായേൽ മക്കൾ മരത്തിന്മേൽ തൂക്കി പരസ്യമായ വധശിക്ഷ നടപ്പാക്കിയിരുന്നില്ല. അങ്ങനൊരു മാർഗം യഹൂദന്മാർക്ക് ഇല്ലായിരുന്നു. അതിനു പകരം അവർ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു പതിവ്. എന്നാൽ വളരെ ആക്ഷേപാർഹമായ എന്തെങ്കിലും കുറ്റം ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ വധശിക്ഷ നടപ്പാക്കിയിരുന്നത് ഈ മാർഗത്തിലായിരുന്നു. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഒരുത്തൻ മരണയോഗ്യമായൊരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിന്മേൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടേണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞാൽ, അവൻ ഭയങ്കരമായൊരു കുറ്റകൃത്യം ചെയ്തിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊന്ന് മറ്റുള്ളവർക്കൊരു പാഠമാകേണ്ടതിന് അവൻ്റെ ശവം ഒരു മരത്തിന്മേൽ തൂക്കണമെന്നാൽ ആ ശവം രാത്രി മുഴുവൻ അവിടെ ഇട്ടേക്കരുതെന്ന്. അതിന് പറയുന്ന കാരണം അവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു എന്നതത്രേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത് എന്നാണല്ലോ പറഞ്ഞത്. ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നു. ഇവിടെ ഉയരുന്ന സംശയം, എപ്പോഴാണ് ക്രിസ്തു ഒരു ശാപമായി തീർന്നത്? അവൻ്റെ മനുഷ്യാവതാരത്തിൽ അവനൊരു ശാപമായി എന്നാണോ? ഒരിക്കലുമല്ല. അവൻ ജനിച്ച സമയത്ത് അവനെ വിളിച്ചത് ആ വിശുദ്ധ പ്രജ എന്നത്രേ. അവൻ്റെ ചെറുപ്പത്തിൽ, അതെ, അധികം ഒന്നും അവനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത ആ നിശബ്ദ വർഷങ്ങളിലാണോ അവനൊരു ശാപമായി തീർന്നത്? അല്ല. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്നത്രേ. അവൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്താണോ ശാപമായി തീർന്നത്? അല്ലല്ല. അവൻ്റെ ശുശ്രൂഷയുടെ സമയത്താണ് പിതാവായ ദൈവം പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയെങ്കിൽ അവനൊരു ശാപമായത് അവൻ ക്രൂശിന്മേലായിരുന്നപ്പോൾ ആയിരിക്കും. അതെ, എന്നാൽ ക്രൂശിൽ കിടന്ന ആദ്യത്തെ 3 മണിക്കൂറുകളിൽ അല്ല. കാരണം അവൻ തന്നെ അർപ്പിച്ചപ്പോൾ അവൻ ഊനമില്ലാത്തവനായിരുന്നു. ക്രൂശിന്മേലായിരുന്ന ഒടുവിലത്തെ 3 മണിക്കൂറുകളാകുന്നു അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നത്.
അപ്പോഴാണ് അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയത്. അപ്പോഴാകുന്നു അവന് കഷ്ടം വരുത്തിയത്. അവൻ്റെ പ്രാണനെ യഹോവ ഒരു അകൃത്യയാഗമാക്കി. പൗലോസ് ഈ വാക്യത്തിൽ വിജയാഹ്ലാദത്തോടെ പ്രഖ്യാപിക്കുകയാണ്, ക്രിസ്തു നമ്മെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്ന്. ന്യായപ്രമാണത്തിന് സാധിക്കാത്തത് ക്രിസ്തു സാധിപ്പിച്ചിരിക്കുന്നു. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ സ്വതന്ത്രരാക്കുവാൻ വില കൊടുത്തു വാങ്ങുക എന്നർത്ഥം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അടിമകളെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ചന്തയാണ് ദൃശ്യം. നമ്മുടെ മുൻപിൽ ഈ അടിമകളെല്ലാം ബന്ധനസ്ഥരായി നിൽക്കുന്നു. അവരെ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അവരെ ഒരു അടിമച്ചന്തയിൽ നിന്നും വലിയൊരു വില കൊടുത്തു വാങ്ങി അവരെ സ്വതന്ത്രരാക്കി വിടുക എന്നതാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാൽ എന്താണ് അർത്ഥം? 2 കൊരിന്ത്യർ 5:21 അവനെ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് വായിക്കുന്നു. അതായത് ന്യായപ്രമാണം ലംഘിച്ചവരുടെ സ്ഥാനം ഏറ്റെടുക്കുകയും അവരുടെ മേലുള്ള ദണ്ഡനം ചുമക്കുകയും ചെയ്തു എന്നർത്ഥം. അവൻ ഒരിക്കലും ന്യായപ്രമാണം ലംഘിച്ചില്ല. ക്രൂശിന്മേൽ അവൻ അല്ലാതിരുന്നതാകുന്നു എന്ന് ദൈവം കണക്കാക്കി. നാം വാസ്തവമായും ആയിരുന്നത് അവൻ ഒരു യാഗമായി. ഇതെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോൾ നാം സ്വതന്ത്രരായി, വില കൊടുക്കപ്പെട്ടു, രക്ഷകൻ മരിച്ചു. നാം എന്നേക്കുമായി ശാപത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. ഇനിയും മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തടിക്കും മരത്തിനും എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഒന്ന് തന്നെയാകുന്നു എന്ന് നാം ഓർക്കണം. ക്രിസ്തു ഒരു മരത്തിന്മേലാണ് തൂങ്ങിയത്. നാം ജീവിക്കേണ്ടതിനായി ക്രിസ്തു മരണം വരിച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പാപപരിഹാരയാഗത്താൽ സകല മനുഷ്യരും വീണ്ടെടുക്കപ്പെട്ടുവോ? തീർച്ചയായും ഇല്ല. 14 വാക്യത്തെ കൂടാതെ 13 വാക്യം വായിക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന 14 വാക്യത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ അത്രേ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നത്. നമ്മുടെ രക്ഷയ്ക്കായി ദൈവം പ്രവർത്തിച്ചത് ക്രിസ്തുവിലായിരുന്നു. അതുകൊണ്ട് അത് പ്രാപിക്കുവാൻ ക്രിസ്തുവിലായിരിക്കേണ്ടതാണ്. അങ്ങ് ദൂരെ എങ്ങോ ഉള്ള ഒരു ക്രിസ്തുവിനാലല്ല നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ച, ലക്ഷക്കണക്കിന് മൈലുകൾക്കപ്പുറം വസിക്കുന്ന ഒരു ക്രിസ്തു അല്ല. ഇന്നും ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നാം വിളിക്കുന്നത്. നമുക്കവനിൽ ആയിരിക്കാവുന്നതാണ്. വ്യക്തിപരമായി സജീവമായി അവനുമായി ഒന്നായിത്തീരാവുന്നതാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ മറുപടി വിശ്വാസത്താൽ എന്നത്രേ. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി മുറുകെ പിടിക്കുന്നതാണ് വിശ്വാസം. അതിൽ തന്നെ എന്തെങ്കിലും ഗുണം ഉണ്ടെന്നല്ല, അതിൻ്റെ പ്രയോജനം കൊണ്ടല്ല, പിന്നെയോ നാം ആരിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിനാലാണ്. ക്രിസ്തു ജീവൻ്റെ അപ്പമാകുന്നു. വിശ്വാസം അവനെ ഭക്ഷിക്കുന്നു. 1500 വർഷക്കാലം ഇസ്രായേലിന് ന്യായപ്രമാണം ഉണ്ടായിരുന്നിട്ടും അവർ അതിനാൽ ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. യെരുശലേമിലെ ആ സുന്നഹദോസിൽ, അതെ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സുന്നഹദോസിൽ പത്രോസും അതേ അർത്ഥത്തിൽ പറഞ്ഞു, നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ന്യായപ്രമാണം അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ നാം ജാതികളെ അതിന് കീഴിൽ എന്തിനാക്കണം? നമുക്ക് സാധിച്ചില്ല എങ്കിൽ അവർക്കും അത് സാധ്യമല്ല. ക്രിസ്തു നമ്മുടെ സ്ഥാനമെടുത്തു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ അവൻ സാധിച്ചു. വിശ്വസിക്കുന്നവർക്ക് കൊടുക്കപ്പെടുന്ന ആത്മാവ് ഈ കൃപായുഗത്തിലെ പ്രത്യേക വരമാണ് എന്ന് നാം ഓർക്കണം. എത്ര വലിയൊരു പദവിയാണ് വിശ്വാസികളായ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പദവി വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ, ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ, പാപമില്ലാത്തൊരു ജീവിതം നയിപ്പാനാകുന്നു എന്നോർക്കണം. അതിനുവേണ്ടി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.